2026 ജനുവരിയിൽ യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഈ പരാമർശം എപ്സ്റ്റീൻ അയച്ച ഒരു സ്വകാര്യ ഇമെയിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സ്ത്രീകളെ മാത്രമല്ല കൊച്ചു പെൺകുട്ടികളെ വരെ ദുരുപയോഗം ചെയ്ത് ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ഫയലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുക എന്നത് ഓരോ ഇന്ത്യക്കാരനും അവമതിപ്പുണ്ടാക്കുന്നതാണ്. എന്നാൽ ഇതിൽ സത്യമുണ്ടോ എന്ന് കൂടി നാം നോക്കേണ്ടതുണ്ട്. 2017 ഖത്തറിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ജെഫ്രി എപ്സ്റ്റീൻ അയച്ച ഇമെയിലാണ് പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് പറയുന്നത്. 2017 ജൂലൈയിൽ നരേന്ദ്രമോദി നടത്തിയ ചരിത്രപ്രധാനമായ ഇസ്രായേൽ സന്ദർശനം തന്റെ ഉപദേശപ്രകാരമായിരുന്നുവെന്നാണ് എപ്സ്റ്റീൻ ഇമെയിലിൽ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉപദേശം സ്വീകരിച്ചു US പ്രസിഡന്റിന് ഗുണകരമാവുന്ന രീതിയിൽ ഇസ്രായേലിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു. He danced and sang in Israel for the benefit of the US president. ഇറ്റ് വർക്ക്ഡ്. അത് ഫലിച്ചു എന്നാണ് എപ്സ്റ്റീൻ ഇമെയിലിൽ എഴുതിയിരിക്കുന്നത്. ഒരു കൊടും കുറ്റവാളിയുടെ സുഹൃത്ത് ആവുക എന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇതിലൂടെ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് മോദിയെ സോഷ്യൽ മീഡിയ മോശക്കാരനാക്കുന്നത്. എന്നാൽ ഈ ഇമെയിലിനപ്പുറം സത്യം മറ്റെവിടെയോ ആണ്. 2017 മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യയുടെ ഔദ്യോഗികമായ വിദേശ നയത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ എപ്സ്റ്റീൻ ഒരു പങ്കുമില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഉന്നതരുമായി തനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ ദുരുപയോഗം ചെയ്യുന്ന ശീലം എപ്സ്റ്റീൻ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ പേരും അദ്ദേഹം വലിച്ചഴിച്ചതാകാം എന്നാണ് കരുതപ്പെടുന്നത്. എപ്സ്റ്റീനും മോദിയും തമ്മിൽ നേരിട്ടോ അല്ലാതെയോ സംസാരിച്ചതിനോ കണ്ടുമുട്ടിയതിനോ ഒരു തരത്തിലുള്ള തെളിവുകളും ഈ ഫയലുകളിലില്ല. കുപ്രസിദ്ധമായ ക്ലയന്റ് ലിസ്റ്റിലും പ്രധാനമന്ത്രിയുടെ പേരില്ല. നമുക്ക് സമാധാനിക്കാം.